അപ്പം ഞായറാഴ്ചയായിട്ട് നമ്മളിന്ന് പുതുപ്പള്ളി പറമ്പി വരെ വന്നതാണ്. കേശവനും സാധുവും എല്ലാം ഇന്ന് പറമ്പിലുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് വന്നത്. ആനകളെല്ലാം കൂടെ കണ്ണമ്പ്ര വേലയ്ക്ക് രണ്ടാനകളും കയറിപ്പോകുന്നൊരു കാഴ്ചയും കൂടിയാണ്. നല്ല മഴയുണ്ട്. ഇന്നെങ്ങോട്ടാ? ഇന്ന് വൈകിട്ട് തിരിക്കുക കണ്ണമ്പ്ര വേലയ്ക്ക് പോയിട്ട് ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരും. ഓക്കെ വിളിച്ചേട്ടാ. ഞായറാഴ്ചയായിട്ട് നമ്മളെ കൂടാതെ 3-4 പേരും പറമ്പിലുണ്ടായിരുന്നു. ബിനിച്ചേട്ടൻ ഓരോരോ തറിയുടെ വിശേഷങ്ങളും പണി കഴിഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കണ്ണമ്പ്ര വേലയ്ക്ക് വേണ്ടി സാധുമോൻ ലോറി കയറി നിൽക്കുന്നൊരു കാഴ്ചയും കൂടെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. സാധുവിനെ ഇന്ന് തന്നെ കൊണ്ടുപോകും. കേശവൻ നാളെ പോകത്തുള്ളൂ. കഴുകാനുള്ള പരിപാടിക്കാണ്. തീറ്റവെട്ടും കാര്യങ്ങളും കഴിഞ്ഞിട്ട് അവരിപ്പോൾ പറമ്പിലോട്ട് വന്നതേ ഉള്ളൂ. കഴുകാനുള്ളൊരു പരിപാടിക്ക് ആണ് അവർ നിൽക്കുകയാണ്. ചോറ് കൊടുത്തിട്ട് വേണം കഴുകാനെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നല്ലപോലെ മഴയുണ്ട്. അർജുനാനയ്ക്ക് തീറ്റ കൊടുക്കുന്ന ചോറ് കൊടുക്കുന്ന കാര്യങ്ങളിലാണ് അവർ. അങ്ങനെ ഓരോരുത്തരും പറമ്പിൽ തിരക്കാണ്. ഇത്ര നേരം വെയിറ്റ് ചെയ്ത് കിടക്കുവായിരുന്നു. ഇനിയിപ്പോ നേരെ വിടുക കണ്ണമ്പ്ര വേല. അതിനിടയ്ക്ക് എവിടെ സ്റ്റോപ്പ് ഉണ്ടെന്ന് വിളിച്ചേട്ടാ? പിറവമ്പലം അവിടെ നിന്ന് തൊഴിപ്പിക്കാൻ വേണ്ടി ആന ഇറക്കുന്നുണ്ട്. അത് ഇറക്കിയിട്ട് വിശ്രമിച്ചിട്ട് ഇതൊക്കെ അങ്ങോട്ട് വിടുക കണ്ണമ്പ്ര വേല. ഇയാളും കൊണ്ടുപോകുന്നുണ്ടോ? ഇല്ല, നേരെ അവിടുന്ന് വിശ്രമിച്ചിട്ട് നേരെ കണ്ണമ്പ്ര. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 4 ദിവസം വിശ്രമം. പിന്നെ നമ്മളെ ഷൂട്ടിങ് മധുര വയനാട്. ആരുടെ പടങ്ങളാ? അതെ, ഒന്ന് ധനേഷിന്റെയും ഒന്ന് നമ്മുടെ കുഞ്ചോക്കോ ബാബുവിന്റെ പടങ്ങളാ. തിരക്കാണ് ബിനിച്ചേട്ടൻ സാധു. തിരക്ക്. അങ്ങനെ ഒരു 4 മണിയായപ്പോഴത്തേനും നമ്മുടെ സാധു കണ്ണമ്പ്ര വേലയ്ക്ക് വേണ്ടി പുതുപ്പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം മഴ തോർന്ന് നിൽക്കുന്നൊരു സമയമാണ്. പിറവത്താന ഇറക്കണമെന്ന് ഓൾറെഡി ഇപ്പോൾ ബിനിച്ചേട്ടൻ പറയുന്നത് നമ്മൾ കേട്ടു. അമ്പലത്തിലാക്കി തൊഴിച്ച് അവിടെ വിശ്രമം കഴിഞ്ഞിട്ടാണ് സാധുവും കൂട്ടരും കണ്ണമ്പ്ര വേലയ്ക്ക് പോകുന്നത്. പാമ്പാടി വിഷ്ണുചേട്ടനാണ് ഇന്ന് നമ്മുടെ സാധുവിൻ്റെ വണ്ടി ഓടിച്ചിരുന്നത്. ആന ലോറിയെ കയറ്റിയിട്ട് ബിനിച്ചേട്ടനൊന്ന് റെഡി ചെയ്യാൻ പോയ ഗ്യാപ്പിലാണ് നമ്മുടെ മനോജനുണ്ട്, സൂപ്പറിനുണ്ട്, പിന്നെ എല്ലാവരും പറമ്പിലുണ്ട്. ബിനിച്ചേട്ടൻ വന്നു. അങ്ങനെ ബിനിച്ചേട്ടൻ വണ്ടിയിൽ കയറി സാധു നേരെ കണ്ണമ്പ്ര വേലയ്ക്ക്. നേരെ കണ്ണമ്പ്ര വേലയ്ക്കാണോ മനോട്ടോ? അതോ നേരെ കണ്ണമ്പ്ര. രാവിലെ അവിടെ ഒരു 9 മണിയാകുമ്പോൾ എത്തിയിട്ടാൽ മതി. 2 മണിക്കല്ല പരിപാടി തുടങ്ങത്തുള്ളൂ. ഇയാൾ പോകുന്നുണ്ടോ? അതോ ഇയാള് കണ്ണമ്പ്ര വേല കഴിഞ്ഞ് ഇയാളിൽ പോയി കൊണ്ട് കിട്ടും. എന്നിട്ട് അവിടുന്ന് വൈകിട്ടേ കടത്തുള്ളൂ. നേരെ ഇങ്ങോട്ടാണോ? അതോ അത് കഴിഞ്ഞ് പുതുപ്പള്ളിക്ക് വരും. കൊഴിഞ്ഞാൻ പറയണ്ടോ മനോട്ടാ? കൊഴിഞ്ഞാൻ പറയില്ലെന്ന് തോന്നുന്നു. പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഈ കൊല്ലത്തെ സീസൺ അവസാനിപ്പിക്കുകയാണ് കണ്ണമ്പ്രയോടുകൂടി. നിലവിൽ പറഞ്ഞ സ്ഥിതിക്ക് പരിപാടിയാണ് കണ്ണമ്പ്ര വേല. നമുക്ക് എല്ലാ കൊല്ലവും ഇല്ല, 2 കൊല്ലം മുന്നേ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഈ കൊല്ലം പോകുന്നത്. കഴുക്കിന് മുന്നേ ആയിട്ട് കേശവനാനയ്ക്ക് ചോറ് ഒന്നുകൂടെ എത്തിക്കുന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടത്. ചോറ് വന്നപ്പോഴത്തേനും അവൻ്റെ തീറ്റയെല്ലാം എടുത്ത് തന്നെത്താനെ എടുത്ത് മാറ്റി വെച്ചു. ചോറുണ്ണാനുള്ള ഒരുക്കത്തിലാണ് നമ്മളെ കേശവൻ. അപ്പോൾ അതാണ് ഞായറാഴ്ചയായിട്ട് ഇന്നത്തെ വിശേഷം. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം.